വിടർന്ന ചുണ്ടുകളിൽ നേട്ടത്തിന്റെ സംതൃപ്തിയാണ്. ഈ മേളത്തിന്റെ അകമ്പടിയോടെയാണ് കലോത്സവം കൊടിയേറിയത്. പ്രതീക്ഷയുടെ തുടക്കത്തിലേക്ക് അവർ കൊട്ടിക്കയറി. മക്കളെ ഓർത്ത് അഭിമാനം. ഇത് ഇങ്ങനൊരു വേദി തന്നെ നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അത്രയ്ക്കും വളരെ സന്തോഷമാണ്. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഇത്രത്തോളം ആയതിൽ തന്നെ. സന്തോഷത്തിൽ മുറുകെ പിടിക്കുന്നത് പിടിച്ചു കയറ്റിയ വിരലുകളെയാണ്. വേദിയിൽ തുണ. വേദിക്ക് പുറത്തെ ആഗ്രഹങ്ങൾക്കും ഇതേ കൈ തന്നെ പിടിക്കണം. പേടിയുണ്ടായിരുന്നോ? ഇല്ല. എന്താ പേടിയില്ലാഞ്ഞേ? സാറിനെ നോക്കുന്നോണ്ട് മോക്ക് പേടിയില്ലായിരുന്നു. താളങ്ങൾക്ക് രൂപം നൽകിയത് ആശാനും ടീച്ചറുമാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പയ്യെ 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 നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിച്ച് വന്നപ്പോഴത്തേക്കും നമ്മളോട് അടുക്കാൻ തുടങ്ങി. സാറ് കൊട്ടി അങ്ങ് കാണിക്കും. പക്ഷേ ഇവരുടെ രീതി എനിക്കറിയാം. അറിയാവുന്നത് കൊണ്ട് ഞാൻ അടുത്ത് ചെന്നിട്ട് ഒരു കോലാണോ വീഴുന്നത്, 2 കോലാണോ 3 ആണോ, അത് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിലാണ് അവരെ പഠിപ്പിച്ചെടുത്തത്. സാധ്യതകൾക്ക് പരിധിയില്ലെന്നാണ് ഹരികൃഷ്ണന്റെ അഭിപ്രായം. ഇടത് കൈ വെച്ചാണ് അടിച്ചത്. സെർബ്രൽ പൾസിയുള്ള കുട്ടിയാണ്. പക്ഷേ ഇടത് കൈ വെച്ച് വീക്ക് നന്നായിട്ട് കൊട്ടും, താളം തെറ്റാതെ കൊട്ടും. 12 ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ 13 പേരുടെ വിദ്യാർത്ഥി സംഘമാണ് അരങ്ങ് തകർത്തത്. ഈ വേദി അവർക്ക് അവരെ കരുതുന്ന ലോകം കൂടിയാണ്. ആഗ്രഹങ്ങൾക്ക് മുളയിടാൻ പറ്റിയ വിളനിലം. പരേഡ് കാണാൻ ഡൽഹിയിൽ പോയി കാണാൻ ആഗ്രഹമുണ്ട്. കൊട്ടി നിർത്തിയവർ മോഹങ്ങളിലേക്ക് നടന്നു തുടരുകയാണ്. പ്രതീക്ഷ എന്ന വാക്കിന് ഇതിലും വലിയ അർത്ഥം എന്താണുള്ളത്? കൈപിടിച്ച് കയറ്റാൻ ആളുകളുണ്ട്. ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറായാൽ മതി. ചേർത്ത് നിർത്തൽ ഈ വേദി നൽകിയവർക്ക് നന്ദി. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.